ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വന്നിട്ട് ഒരു കറിയാണ്. കറിയോ അതെന്തത്തെ കറിയോ നിങ്ങൾ എന്താ വെച്ചാൽ ഉണ്ടാക്കിയിട്ട് വേഗം ആ വീഡിയോ അതിൻ്റെ പാക്കി പോയിക്കാണ്. ഞങ്ങൾക്കിത് കണ്ടു തുറക്കുക വേറെ പണിയൊന്നുമില്ല. ഞങ്ങളാണെങ്കിൽ വീഡിയോ ഇടുന്ന നേരാണെങ്കിൽ നേരം കെട്ട നേരത്ത് ആ നേരത്തൊന്നും ഞങ്ങൾക്ക് നിങ്ങളെ വീഡിയോ കണ്ടു തുറക്കാനുള്ള ടൈമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ വന്നിക്കണേ ചോറ് കൊണ്ട് ഉണ്ടാക്കണ പൂരി ഉണ്ടാക്കാനാ, അയക്ക് നല്ലൊരു ഉള്ളിക്കറി ഉണ്ടാക്കാനാ വന്നിക്കണേ. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ വർത്താനൊന്നും പറയില്ല. വീഡിയോ ഉപയോഗപ്പെടും അത് എഴുതിയിട്ടാ വന്ന് ചോറ് കൊണ്ട് പൂരി. അതെങ്ങനെയാണ് ആ ചോറ് കൊണ്ട് പൂരി? കുറച്ച് ആൾക്കാരെങ്കിലും എന്നോട് ചോദിക്കും. കാരണം എന്താ വെച്ചാൽ ഓലിൻ്റെ ചാനൽ ഇപ്പം ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത ചോലേക്കാരെ ഓൽക്കറിയില്ലല്ലോ. അപ്പം ഞാനൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. ചോറ് കൊണ്ട് പൂരി ഉണ്ടാക്കലോ. ഇന്നലത്തെ ചോറാണ് ഈ കാണുന്നത്. അരച്ചങ്ങോട്ട് ഒരു പരുവത്തിലാക്കിന്. ഇതിലേക്ക് കുറച്ച് പഞ്ചാര ഇട്ട് അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ അതിലാറെ നന്നായി. പിന്നെ ഈ കാണാണ് ആട്ടപ്പൊടി. ഈ കാണുന്ന ആട്ടപ്പൊടി അരച്ചീനെ അരപ്പിക്കാട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊണ്ടുവന്ന് കുറച്ച് മധുരം കുറവുണ്ടെങ്കിൽ കുറച്ച് പഞ്ചാര കൂടി ഇട്ട് കണ്ടാണ് മിക്സ് ആക്കി കൊണ്ടുവന്നാൽ ഇതേപോലെ കിട്ടും. മേലത്ത് ചെറുതായിട്ട് മിക്സ് ആകാനൊരു മടി. ഏതായാലും എല്ലാ മടിയും തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തട്ടുന്നാണ് മിക്സ് ആക്കാൻ നമുക്കേ. ഇനിയിപ്പോൾ തട്ട് ഏതായാലും സ്വയം കുഴക്കൂല. നമ്മളെ കൈ കൊണ്ട് അങ്ങോട്ട് കുഴക്കണം. ഇതേപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം. അപ്പം ഇതുപോലെ കുഴക്കണമെങ്കിൽ വളരെ എളുപ്പമാണെന്ന്. അപ്പം നിങ്ങൾ ഈ ചോറ് കയ്യുമ്മലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പൊടിയാക്കിയാണ് കാട്ടി തന്നത്. ചോറാക്കുമ്പോൾ എല്ലാവർക്കും ഒരു മടിയായിക്കാരം. നമുക്ക് പിന്നെ മടിയൊന്നുമില്ല കേട്ടോ. അടിപൊളി റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചോറായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല കൈയിട്ടങ്ങോട്ട് ഇളക്കിയിട്ട് കുഴച്ചങ്ങോട്ട് എടുക്കും. അത് നല്ല സൂപ്പർ റെസിപ്പി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലപ്പം? നിങ്ങളെന്തെങ്കിലും കാട്ടിക്കാണ്ട് ഇത് വേഗം ഒന്ന് ഉണ്ടാക്കി ഞങ്ങൾക്ക് ആ കറി എവിടെ നിങ്ങൾ കൊണ്ടുപോയി വത്തച്ചിക്കണം. ആ കറിൻ്റെ വീഡിയോ ഒന്ന് കൊണ്ടുവന്നാണ് നിങ്ങൾ. ഇത് കുഴക്കൽ ഉരുട്ടലും ഇപ്പം ഇതിനിപ്പോൾ എന്താ ഇപ്പം ഇതിന് പണിയില്ലേ? ഇതിപ്പോൾ കുറച്ച് നേരം കുഴച്ചപ്പോൾ ഇത് ഇങ്ങോട്ട് കുഴഞ്ഞിട്ടൂലേ. ഇങ്ങനെ ആ പൊടിമ കളിച്ച് കാണാൻ നേരെ മുഴുവൻ സ്വീപ്പാക്കടല്ലോ. നിങ്ങൾ സ്വീപ്പാക്കല്ലേ. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി നേരം കെട്ട നേരത്തൊക്കെ വീഡിയോ ഇട്ട് കാണി. ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് നേരം പൊൾക്കോളം കണ്ടു തീർക്കാനുള്ള ടൈമൊന്നുമില്ല. നിങ്ങളൊന്ന് വേഗം ഒന്ന് പൊയ്ക്കാണി ഇവിടുന്ന്. എന്താ നിങ്ങൾ പറയണേ? ഞാൻ പോകാനോ? എങ്ങനെ അങ്ങനെ പോകാൻ പറ്റും? ഈ പൊടി പൗതിക്കെട്ടുകാണ്ട് എത്താ നിങ്ങൾ ഈ പറയണത്? അതൊന്നും നടക്കൂല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മൾ കണ്ട ഈ പൊടി ഇട്ടെടുക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാതെ നമ്മളവിടെ പോയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പൊടി പറഞ്ഞ പൊടി എന്ന് പറയുന്ന ആട്ടപ്പൊടിയാണ്. ആട്ടപ്പൊടി ഇട്ടുകാണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പം ഇനി വെള്ളം കുറവുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് ഇളം ചുടുവെള്ളമൊക്കെ ഒഴിച്ചെടുക്കുക. ഇനി പൊടിയാ കുറവ് എന്നുണ്ടെങ്കിൽ പിന്നെ ആട്ടപ്പൊടി ഇട്ടെടുക്കാമെന്ന്. ആട്ടപ്പൊടിൻ്റെ പച്ചക്കുത്തൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിക്കണേ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇത് അടിപൊളിയാണെന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുക. എന്താ നിങ്ങൾ അറിയണേ? ഈ പച്ചപ്പൊടി ഉണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ വല്ലതും മനസ്സിലാവും. നിങ്ങൾ ഒന്നോ രണ്ടോ പൂരിയൊക്കെ ചുട്ടാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളത്. കുറേ നേരമായില്ല ഇത് കുഴക്കണം. ഒന്ന് നിർത്തി നിങ്ങൾ താൽക്കാലികം ഒന്ന് നിർത്തി. നിങ്ങൾക്ക് നിർത്താൻ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും തരേണ്ടി വരുമോ? ഒന്ന് നിർത്തിപ്പോകാനേ. കുറച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒന്നോ രണ്ടോ പൂരി ചൂടാൻ. ഇപ്പം നിങ്ങൾ എന്നോട് നിർത്തിപ്പോകാം. നിങ്ങൾ എന്നെ രണ്ടും പറയണമല്ലോ. പിന്നത്തെ ഞാൻ കേട്ടാ. ഞാനിപ്പോൾ ഏതായാലും കുഴച്ച് ഉരുട്ടി പരത്തി ചുട്ടിട്ടാണ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിക്കണം. ഇനിയിപ്പോൾ ഏതായാലും പൊടിമ്പ തൊട്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല. കുട്ടികൾക്കും നേരം വൈകി, എനിക്കും നേരം വൈകി, ഇങ്ങൾക്കും നേരം വൈകി, എല്ലാവർക്കും നേരം വൈകിയ സ്ഥിതിക്ക് പിന്നെ നമ്മളിത് അങ്ങോട്ട് ഉരുട്ടി പരത്തി ചുട്ടിട്ടാണ് പോകാൻ വിചാരിച്ച്. ഏതായാലും തുടങ്ങി വെച്ചല്ലേ. വീഡിയോ കുറച്ചൊന്ന് സ്പീഡ് വിട്ടിട്ടുണ്ട്. എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് പറഞ്ഞാണ് ഈ ഫുള്ള് സ്പീഡിൽ അങ്ങോട്ട് ഇട്ട് പോകാം. കാരണം എന്താ വെച്ചാൽ ടൈമില്ലല്ലോ. ഒന്നാമത് നിങ്ങൾക്ക് ടൈമില്ലല്ലോ. ഇല്ല, എനിക്കും ടൈമില്ല. അതുകൊണ്ട് കുറേ നേരം ഒന്നും കുഴക്കണില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കുറച്ചൊക്കെ ഞാൻ നിങ്ങളപ്പം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്കും ബോറടിച്ചിട്ടുണ്ട്. വീഡിയോ എടുത്ത് കാണും മൊബൈലിൽ ചാർജും തീരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. വീഡിയോക്ക് ഇടയിൽ കോളുകൾ വരുന്നുണ്ട്. അത് വേറെ പ്രശ്നം. പിന്നെ ഒന്നാമത് ടൈമില്ല. കുട്ടികൾക്ക് മദ്രസക്കും പോകണം. എല്ലാ പരിപാടിയും നമ്മൾ തന്നെ എടുക്കണ്ട. ആരും എടുക്കൂലല്ലോ. തിന്നാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പെരത്താനും ചൂടാനും കുഴക്കാനും പാത്രം കഴുകാനും പാത്രം മോരാനും എല്ലാത്തിനും നമ്മൾ ഒറ്റയ്ക്ക് കയറാം. അപ്പം നമ്മൾ കുറച്ചൊക്കെ നിർത്താൻ വിചാരിച്ചു. നമുക്കിങ്ങനെ ഉരുട്ടി കുത്തർന്നാൽ മതിയോ? ഉരുട്ടിയാൽ മാത്രം പോരല്ലോ. ഇതിക്കൊരു കറി ഉണ്ടാക്കണ്ടേ? കറി ഉണ്ടാക്കണ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ വീഡിയോ ഇത്രയും നേരം കണ്ട് കൊണ്ടുപോകുന്നത് കറിയോ? നിങ്ങൾ എന്ത് കറിയാ അപ്പം നിങ്ങൾ ഉണ്ടാക്കാൻ പോണത്? ചിക്കനൊന്നും നിങ്ങളടുത്തില്ലാനും പിന്നെ എന്തൊക്കെ കറി ഞങ്ങൾ ഉണ്ടാക്കണം? നിങ്ങൾ ഉണ്ടാക്കണ്ടെങ്കിൽ ആ കറിയൊന്നും വേണം ഉണ്ടാക്കിയാണ്. ഞങ്ങൾക്കും കുറഞ്ഞ ചിലവിലൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയാലൊന്നും ടേസ്റ്റ് ഇല്ലേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അതിനൊന്നും ആഗ്രഹമില്ലാത്ത. നിങ്ങളൊന്ന് കാട്ടി തന്നാണ് ആ വീഡിയോ. അവിടെ നിൽക്കി. നിങ്ങൾ ഒരു മിനിറ്റ് നിൽക്കി. ഞാൻ ഒക്കെ ഒന്ന് കഴുകി കൊണ്ടിട്ടേന്ന്. ഉള്ളിയും തക്കാളിയൊക്കെ കഴുകണ്ടേ? തക്കാളി ഉള്ളി പുഴുങ്ങിയെടുത്താണ്ട് കറി ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. തക്കാളി ഉള്ളിയൊക്കെ പുഴുങ്ങിയാണ്ട് കറി ഉണ്ടാക്കിയ. ഞങ്ങളിവിടെ മുട്ട പുഴുങ്ങിയാണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന മാതിരി തക്കാളി ഉള്ളിയും പുഴുങ്ങിയാണ്ട് ഞങ്ങളിതുവരെ കറി ഉണ്ടാക്കിയില്ല. പുഴുങ്ങാന്നൊക്കെ പറഞ്ഞാണ്ട് നിങ്ങൾ കട്ട് ചെയ്യാനാണ് പോണത്. അല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതല്ലല്ലല്ല. എന്താന്ന് വെച്ചാൽ ഉള്ളി പകുതി ഫ്രിഡ്ജിലുണ്ടായിനി. ഇന്നലെ ഒരു കറി ഉണ്ടാക്കിയപ്പോൾ പകുതി ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇല്ലത്തേക്കോ പകുതിൻ്റെ ആളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആ പകുതി ഉള്ളി അവിടെ അരിഞ്ഞു മാറ്റി എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ചട്ടിക്കാൻ തീ കൊടുത്ത ചട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ഇട്ടണം. കടുക് ചടപടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഉള്ളി.
ആ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ഇതിക്കാണ്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില നമ്മുടെ കറിയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ്. പിന്നെ നല്ല ജീരകമൊക്കെ ആദ്യമേ എണ്ണയിലിട്ട് കണ്ട് വറുത്ത് പൊട്ടിച്ചെടുക്കണം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിങ്ങനെ. നല്ല ജീരകം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് ആ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇളക്കാനും മറിഞ്ഞും തിരിഞ്ഞ് ഇളക്കാനും തിരിച്ച് മറിച്ച് ഇളക്കാനും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇളക്കിക്കോളി, നല്ലോണം ഇളക്കിക്കോളി, കരിയാതെ അങ്ങോട്ട് ഇളക്കുക. ഫുൾ തീയിലിട്ട് ഇളക്കിയാലും കുഴപ്പമില്ല, ചെറു തീയിലിട്ട് ഇളക്കിയാലും കുഴപ്പമില്ല, ഏത് തീയിലിട്ട് ഇളക്കിയാലും കുഴപ്പമില്ല, കരിമണ്ടാവരുത്. പിന്നെ ഞാനേ ഇപ്പം ഇന്ന് ചിക്കൻ കറി ഒന്നല്ല ഉണ്ടാക്കാൻ വന്നത്, സാധാ ഉള്ളിക്കറി ഉണ്ടാക്കാൻ വന്നതാ. പിന്നെ എനിക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാമെന്ന്. ചിക്കൻ മസാലക്ക് ആണെങ്കിൽ ആകെ 10 റുപ്യ ഉള്ളൂ. പിന്നെ എന്തിനാ ഇപ്പം നമ്മൾ കുറക്കണം, ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന്. അതിനൊന്നും ഇപ്പം നമ്മൾ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. ഒരു 10 റുപ്യേൻ്റെ ചിക്കൻ മസാലയ്ക്കല്ലേ, അതൊക്കെ ഒരു പാക്കറ്റ് പെരിയിലാണ് കൊണ്ടുവന്ന് വെച്ചാളീന്ന്. പിന്നെ ഇതിൽ ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇത് നീട്ടി വെച്ചാൽ പറ്റിയ ഒരു റെസിപ്പി, അതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ വേറെ ഒന്നും ഇടണ്ട. മുളകും പൊടി ഇട്ടാൽ ചിലപ്പോൾ എരിവ് കൂടും, കുട്ടികളുടെ വീട്ടിലാവുമ്പോൾ എരിവ് കൂടുതലാവും. പിന്നെ ഉപ്പിട്ടെടുക്കുക. പിന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് ഇങ്ങനെ മസാലിനെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. നമ്മളെ മസാല ഇവിടെ സെറ്റ് ആകുമ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വെന്തുകാണ്ട് ഒരു വൈക്കം കിട്ടാവും എന്നാണ് എനിക്ക് പറയുള്ളത്. പിന്നെ നമ്മൾ ആവി ഇളഞ്ഞാണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് പോയി പാളി വെക്കുക. പിന്നെ അത് വന്നുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഉള്ളിൻ്റെ തക്കാളിൻ്റെ തൊലിയൊക്കെ കീച്ച് ഒഴിവാക്കുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് താഴെ വന്നിട്ടൊരു ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവരെ നിങ്ങളൊരു 150 ആൾക്കാർക്കോ 250 ആൾക്കാർക്കോ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നെക്കി പിടിച്ച എത്തൊക്കെ നിങ്ങൾ അറിയണേ, നിങ്ങൾ 250 ആൾക്കാർക്ക് ഷെയർ ചെയ്യാനോ എന്താ നിങ്ങൾ പറയണേ? നിങ്ങൾ വീഡിയോ കണ്ടാലും പോരഞ്ഞിപ്പോൾ അത് 150 ആൾക്കാർക്ക് ഷെയറും ചെയ്യണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീഡിയോക്ക് താഴെ നോക്കുമ്പോൾ ഷെയറിൻ്റെ ബട്ടൺ ഉണ്ടാവും, അത് നെക്കി പിടിച്ച് കാണാൻ 4 ആൾക്കാർക്കല്ല 150 ആൾക്കാർക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞതല്ല. അതിപ്പോൾ വലിയ പണിയൊന്നല്ലതേ, ഇത് ചെറിയ കേസല്ലേ. അപ്പോൾ നമ്മൾ കണ്ട ഉള്ളിയും തക്കാളിയും പുഴുങ്ങിയിട്ട് കുത്തി അങ്ങോട്ട് ഉടച്ച് മേലത്തെ തൊലി അങ്ങോട്ട് ഒഴിവാക്കി. മേലത്തെ തൊലിയൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ ഇടങ്ങേറൊടിച്ച് ഒഴിവാക്കണം? നിങ്ങൾക്ക് മുണ്ടാകുന്നൂടെ ഈ മേലത്തെ തൊലി? നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടണം? ഒരു തക്കാളിൻ്റെ മേലത്തെ തൊലിയൊക്കെ ഒഴിവാക്കിയായിട്ട് കറി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആ മേലത്തെ കറി എന്താ പറയുക, തക്കാളിൻ്റെ തൊലി ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്യാൻസർ എന്ന മാരക രോഗം നമ്മളെ പിടിവിട്ട് കൊല്ലുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ തക്കാളിൻ്റെ തൊലി എന്ന് പറഞ്ഞാൽ എന്നൊന്നും കേടാകാതെ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു റെസിപ്പിയാണ്. അത് ദഹിക്കത്തില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ക്യാൻസറിന് വരെ കാരണമാകുന്ന ആ തക്കാളിൻ്റെ തൊലി നമുക്കൊരു ഉപകാരമില്ല, അത് ദഹിക്കാത്ത മുതലാണ്. അതുകൊണ്ട് അതിനെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എങ്ങനെ ചേർത്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു. ഉള്ളി കണ്ട എന്താണ് ലുക്ക്, ഒടുക്കത്തെ ലുക്ക്, എന്താ ടേസ്റ്റ്, പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടണില്ല. കറി അവിടെ സെറ്റ് ആയിക്കണം. ഇങ്ങനെ ഓരോ ഉള്ളികളും കാണുമ്പോൾ എന്നോട് കുട്ടികൾ ചോദിക്കുന്നു, ഇത് മുട്ടക്കറിയാണോ, മുട്ട പുഴുങ്ങി വെച്ചതുപോലെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമുണ്ട്, എല്ലാം ഉണ്ട് എന്ന് ഓല് പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേലും വേണ്ടില്ല, ഓല് പറഞ്ഞിരിക്കണേ, ഏതായാലും കഴിച്ചോല് പറഞ്ഞിരിക്കണേ. ഇനിയിപ്പോൾ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിലൊന്നും അഭിപ്രായം പറഞ്ഞോളേ. അല്ല താത്ത, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ? നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം, ഞങ്ങൾക്കൊരു അഭിപ്രായം തരാൻ ഒരു അവസരം തരുന്നില്ല. എന്തൊക്കെയാണ് നിങ്ങൾ അറിയണേ? ഞങ്ങളും കൂടി പറയുമ്പോഴല്ലേ കറക്റ്റ് ആവുള്ളൂ. നിങ്ങളെ കുട്ടികളും ഉണ്ട് കേട്ടോ, ഓല് കുറച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിങ്ങളെ ചാനൽ നിങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുക. അതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന പണി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നിങ്ങളിപ്പോൾ അതന്നെയല്ലേ ചെയ്യണേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ കഴിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ടേ നിങ്ങൾ താഴെ കമൻറ്റിൽ വന്നിട്ട് അറിയിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ വീഡിയോ ആണെങ്കിൽ ഇപ്രാവശ്യം വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റിൻ്റെ നേരെ താഴത്ത് വന്നാണ് പറഞ്ഞാൽ മതിയെന്ന്. ഇപ്രാവശ്യത്തെ വീഡിയോയിൽ അടുത്ത പ്രാവശ്യങ്ങൾ പറഞ്ഞാൽ മതി, ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വെറുതെ കാണുമ്പോൾ എന്തെങ്കിലും പറയരുത്, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിഞ്ഞൊരു വട്ടം നീക്കി പിടിച്ചാൽ ഞാനെന്നും വീഡിയോ ഇടും. നിങ്ങൾ കാണുമല്ലേ എന്ന് എനിക്കറിയില്ല, ഞാനെന്നും കാണും, ഞങ്ങളെന്നും ഉണ്ടാക്കും, ഞങ്ങളെന്നും തിന്നും, ഞങ്ങളെന്നും പൊരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എണ്ണ പിടിക്കാത്ത പൂരിയാണ്. എങ്ങനെ ചൊറുക്കളൊരു പൂരി ഉണ്ടാക്കുക, റൗണ്ട് ഇട്ടിരുന്ന പൂരി എല്ലാ ദിവസവും പൂരി കഴിച്ചാലും നമുക്ക് വെറുക്കൂല. അത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് വെറുക്കാത്തത്? നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ചോറ് കൊണ്ടുണ്ടാക്കിയോണ്ടാണ് പൂരി വെറുക്കാത്തതേ. ചോറ് കണ്ട് എന്ന് പറഞ്ഞാണ്ട് വെറും ചോറ് എത്താണ്ട് പൂരി ഉണ്ടാക്കാൻ നിൽക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആട്ടപ്പൊടി എന്നും നമ്മൾ കടയിൽ പോയി വാങ്ങുക, എന്നിട്ട് എന്നും വാങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ കിട്ടിയ പൊടി ഒന്ന് തീരുമാനമാക്കി തന്നാൽ മതി. എന്നും നിങ്ങളും ഇങ്ങനെ വാങ്ങാൻ പോകണ്ടാന്ന്. ഈ റേഷൻ കടയിൽ നിന്നൊക്കെ ആട്ടപ്പൊടി കിട്ടുമ്പോൾ ചില ആൾക്കാരതൊക്കെ പൂത്തുകാട് പൊയ്ക്കളൊന്ന് പോകല. അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എണ്ണങ്ങാനും പിടിച്ചു പോകുന്നു. ഇല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൽ എണ്ണ പിടിച്ചില്ല, ഒരിക്കലും എണ്ണ പിടിക്കില്ല. ഞാൻ ഇത്ര എണ്ണയിലാണ് എല്ലാ പൂരിയും പൊരിച്ചെടുത്തത്.
എണ്ണ പിടിച്ചാതെയൊക്കെ പൂരി ഉണ്ടാക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ അറിയുന്നത്? ഞങ്ങൾ ഉണ്ടാക്കുന്ന പൂരിയിൽ മുഴുവനും എണ്ണ പിടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എണ്ണ പിടിച്ചാതൊക്കെ അല്ലേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂലല്ലോ. നിങ്ങൾ വിശ്വസിക്കേണ്ട പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന പൂരിയിൽ എണ്ണ പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളി. അപ്പം നിങ്ങൾക്ക് വിശ്വാസമാകുമെന്ന് ഞാൻ പറഞ്ഞ കറക്റ്റാണെന്ന്. കാരണം ചോറ് ചേർത്തത് കൊണ്ട് നല്ല നെരിഞ്ഞ് മൊരിഞ്ഞ് ക്രിസിപ്പിയുമായൊരു പൂരിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണം. ഇതിൻ്റെ മുന്നുള്ള വീഡിയോകൾ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഓലോട് പറയണേ, നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പൂരി ഉണ്ടാക്കിയ നല്ല നല്ല വീഡിയോകൾ താഴത്തുണ്ടാവും, എൻ്റെ ചാനലുണ്ടാവും. അവിടെ വന്നുകൊണ്ട് കണ്ടുപോയി നോക്കിയാണ്. നിങ്ങൾ മറ്റുള്ളവർ പറയണൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നിങ്ങൾ കണ്ടോളി. പുതിയ ആളുകൾ വന്ന് കണ്ടോളി. മറ്റുള്ളവർ പറയാം, ആരാ പറയണത്? നിങ്ങൾ തന്നെയല്ലോ ഒക്കെ പറയണത്. ഞങ്ങളോട് എന്തേ പറഞ്ഞു? നിങ്ങൾ തന്നെ ഞങ്ങളെ മനസ്സിലിപ്പ് മുഴുവൻ പറഞ്ഞാണ് നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ കുറ്റം പറയണത്. ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളെൻ്റെ സ്ഥിരം കസ്റ്റമറല്ല. പിന്നെ എങ്ങനെ നിങ്ങളെ ഞാൻ കുറ്റം പറയാം? നിങ്ങളൊന്നും ഞാൻ കുറ്റം പറയില്ല. ഞാൻ വെറുതെ എൻ്റെ വീഡിയോ എങ്ങനെയെങ്കിലും അങ്ങോട്ട് മുന്നോട്ട് പോകണ്ടേ, തട്ടിക്കൂട്ടി അങ്ങോട്ട് പോകണ്ടേ. നിങ്ങൾക്ക് എന്താ താത്ത യൂട്യൂബ് കയറി വട്ടറിയോ? ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് വട്ടമൊന്നുമല്ല, ഇത് നല്ല പൂരിയാണ്, നല്ല വട്ടത്തിലുള്ള പൂരിയാണെന്നാണ് എനിക്ക് പറയല്ലത്. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്താൻ പോകാണ്. നന്ദി, നമസ്കാരം എന്നൊക്കെ പറഞ്ഞു പോവാം. അടുത്തൊരു നല്ലൊരു കുക്കിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. പൂരി നിങ്ങൾ കറങ്ങണ വട്ടത്തിൽ കറങ്ങുന്ന പൂരിയാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 10-200 ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച ഭാഗത്തുനിന്ന് കൂലി കിട്ടും. നല്ലൊരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പങ്കുവെച്ച് തരുന്നത്. നിങ്ങളുടെ വീട്ടിൽ കച്ചറയില്ലാതെ നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ തന്ത്രപൂർവമായ കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. Yes.